അതെ, നമുക്ക് അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. എങ്കിൽ വാ നമുക്ക് നോക്കാം അതിനെന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. അപ്പം ഞാനിവിടെ അതിനു വേണ്ടി എടുത്തേക്കുന്നത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയും 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. ഞാനിത് 2.5 കപ്പ് വെള്ളം, തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല ചൂടായ കാരണം ഞാൻ ഓർത്ത് ഗ്രൈൻഡറിലിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നേ. ഞാനിതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡറിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിവിടെ മിക്സ് ചെയ്തുകൊണ്ട് വന്നേക്കുന്നതാണ് ഇത്. നമുക്കിനി ഇതെല്ലാം കൂടി ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു 15 മിനിറ്റ്സ് അതൊന്ന് വേകാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇതിപ്പം 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ 25 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനത് കുറച്ച് നേരത്തെ ഞാൻ ഓഫാക്കി വെച്ചതാണ്. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിന് എന്ത് ചെയ്യണം, ഇനി ഒരു മസാല ഉണ്ടാക്കണേ. അതിനുവേണ്ടി ഞാനൊരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ടേക്കുന്നത്. ഇത് ഇവിടെ ഇങ്ങനെ തണുപ്പായ കാരണം വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 വറ്റൽമുളക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവേ. ഒരു നിർബന്ധമില്ല ഇത്രയും തന്നെ വേണമെന്ന്. ഞാൻ പിന്നെ മുളക് പൊടി ഇടാൻ മറന്നു പോയായിരുന്നേ. അപ്പം ഞാൻ ആ സൈഡിലോട്ട് തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നല്ലപോലെ ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ കൊഴുക്കട്ട അങ്ങോട്ടിടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് കൊഴുക്കട്ടയുടെ എല്ലാ ഭാഗത്തോട്ടും ഇത് വരാനായിട്ടാണ്, മസാലയെല്ലാം നല്ലപോലെ പിടിക്കാനായിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാവേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിതേ ഒരു പ്ലേറ്റിലോട്ട് ഈ കൊഴുക്കട്ട എടുത്തൊന്ന് മാറ്റാം. നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അത് തന്നെ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ കറിയും പിന്നെ ഒരു എയർ ഫ്രൈ ചെയ്തെടുത്ത ഒരു ചിക്കൻ പീസും കൂടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്.